നമസ്കാരം. എല്ലാ ജന്മനക്ഷത്രങ്ങൾക്കും ചില പൊതുവായ ഫലങ്ങളുണ്ട്. ചില നക്ഷത്രങ്ങളിൽ സ്ത്രീകൾ ജനിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ചില നക്ഷത്രജാതർ പുരുഷരാണെങ്കിൽ ഉത്തമന്മാരാണെന്ന് പറയപ്പെടുന്നു. ഇത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെ കൂടുതലാണ്. ജന്മം മൂലം ലഭിക്കുന്ന കഴിവുകളാണ് ഇവർക്ക് കൈവരുന്നത്. ഇവിടെ ചില സ്ത്രീ നക്ഷത്രങ്ങളെ നമുക്ക് നോക്കാം. അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീ നക്ഷത്ര ജാതരെ ഉപദ്രവിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ദ്രോഹിക്കുന്നതോ നമുക്ക് വളരെയധികം പാപഫലങ്ങളും കഷ്ടകാലങ്ങളും ദോഷങ്ങളും തരുന്നതായി കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നത് നന്ന്. കാർത്തിക, തിരുവാതിര, പൂരം, ഉത്രം, മകം, ഭരണി, ആയില്യം, പുണർദം എന്നീ നക്ഷത്ര ജാതരായ സ്ത്രീകളെ ഒരിക്കലും തന്നെ വിഷമിപ്പിക്കുവാനോ ദ്രോഹിക്കുവാനോ പാടുള്ളതല്ലെന്ന് പറയപ്പെടുന്നു. ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് ഇവ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശിവകവചമുള്ള നക്ഷത്രങ്ങളായിട്ടാണ് ഈ നക്ഷത്രങ്ങളെ പരിഗണിക്കുന്നത്. കാർത്തിക നക്ഷത്രം ശിവഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവരെ ദ്രോഹിച്ചവർ രക്ഷപ്പെടുന്നതായി കാണുന്നില്ല. ഇവരെ ഒട്ടും തന്നെ ദുഃഖിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇവരുടെ മനോവ്യഥയ്ക്ക് കാരണമാകുന്ന ഒന്നും തന്നെ ചെയ്യുവാൻ പാടുള്ളതല്ലെന്നാണ്. ജീവിതത്തിൽ സത്യമുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയപ്പെടുന്നു. ഇനി തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതരായ സ്ത്രീകളുടെ കണ്ണുനീർ വീഴുവാൻ ഇടയാക്കിയവർ നശിച്ചിട്ടേയുള്ളൂ എന്ന് പറയുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം ഐശ്വര്യമുള്ളവരാണ്. ശിവകവചത്താൽ മുങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഇവരുടെ വാക്കിലും നോക്കിലും ശക്തിയാണ് കാണുന്നത്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ ഒഴിവാക്കിയവരെ, അപമാനിച്ചവരെ എല്ലാം തന്നെ വെല്ലുവിളിക്കാൻ ശക്തിയുള്ള നക്ഷത്രജാതരാണിവർ. എങ്കിലും ഈ നക്ഷത്രജാതരെ വിഷമിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും ഒട്ടും തന്നെ നല്ല ഫലങ്ങളല്ല തരുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ദുഃഖം തങ്ങളിൽ തന്നെ ഒതുക്കി നടക്കുന്നവരാണ് ഉത്രം നക്ഷത്രജാതർ. ആരോടും തന്നെ പരാതിയോ പരിഭവമോ ഒട്ടും തന്നെ ഇല്ലാത്തവരാണിവർ. ഉത്രം നക്ഷത്രജാതരായ സ്ത്രീകൾ അറിഞ്ഞ് ഭഗവാനെ വിളിച്ചു കരഞ്ഞാൽ ഉപദ്രവിക്കുന്നവർക്ക് ഒട്ടും തന്നെ ഗുണഫലങ്ങളാകില്ല ലഭിക്കുന്നത്. തിരിച്ച് അവർക്ക് വളരെയധികം ദോഷഫലങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് മകം നക്ഷത്രമാണ്. ഉത്തമമായ ശിവകവചമുള്ള സ്ത്രീ നക്ഷത്രമാണ് മകം. ഒരു സ്ത്രീ ജനിക്കുവാൻ ഏറ്റവും ഉത്തമമായ നക്ഷത്രമാണ് ഇത്. ഈ നക്ഷത്ര ജാതരെ വിഷമിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് എന്തു ചെയ്തിട്ടും ഫലങ്ങൾ പ്രാപ്തമാവില്ല എന്നാണ്. പ്രത്യേകിച്ചും ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ ഗൃഹത്തിലുണ്ടെങ്കിൽ ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ തന്നെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയധികം അനുഗ്രഹവും സമൃദ്ധിയും സന്തോഷവും ആ ഗൃഹത്തിൽ അനുഭവപ്പെടുന്നു. സത്യമുള്ള ശക്തിയുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സത്യസന്ധതയുടെ നേർരൂപമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്ര ജാതരായ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ്. ഇവരെ ദുഃഖിപ്പിക്കുന്നതും വളരെയധികം ദോഷങ്ങൾ വരുത്തുന്ന ഒന്നാണ്. ഇവർക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം യഥേഷ്ടമുള്ളതായിട്ടാണ് പറയുന്നത്. ഇവരെ ദ്രോഹിക്കാൻ ഇറങ്ങുന്നവർക്ക് അഥവാ ദ്രോഹിക്കുന്നവർക്ക് ഫലം ദുർഘടമായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. നാഗങ്ങളുടെ നാളാണ് ആയില്യം. ഇവർക്ക് നാഗങ്ങളുടെ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. സർപ്പദൃഷ്ടിയുള്ള ഒരു നക്ഷത്രമാണ് ഇത്. ആയില്യം നക്ഷത്രജാതരായ സ്ത്രീകൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അത് സാധ്യമാകുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രമാണ്.
പുണർദം നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഏറെയുണ്ട്. സത്യമുള്ള നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ ശിവഭഗവാന്റെ സാന്നിധ്യം വളരെയധികം അനുഭവപ്പെടുന്നതാണ്. ഇതുതന്നെയാണ് ഈ നക്ഷത്രജാതരുടെ ഏറ്റവും വലിയ വിജയം. ഇവരെ ഉപദ്രവിക്കുവാൻ തുടങ്ങുന്നവർക്ക് സ്വയം നാശമാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഈ വളരെ ചെറിയ മനുഷ്യ ജീവിതത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനുള്ള അവകാശമില്ല. ആരെയും തന്നെ ഉപദ്രവിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ, സാധിക്കുമെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദ്രവ്യം കൊണ്ടോ കൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴി. അതുതന്നെയാണ് മികച്ച ഈശ്വരാരാധനയും. അതുകൊണ്ട് മറ്റാരെയും ഉപദ്രവിക്കാതെ, പ്രത്യേകിച്ച് സ്ത്രീകളോട് ഒരു തരത്തിലുള്ള ദ്രോഹങ്ങളും ഉപദ്രവങ്ങളും ചെയ്യാതെ അവരെ സംരക്ഷിക്കുക കൂടി വേണമെന്നാണ് എല്ലാ പുരാണങ്ങളിലും, എല്ലാ ഉപനിഷത്തുക്കളിലും, എല്ലാ മഹത് ഗ്രന്ഥങ്ങളിലും പറയുന്നത്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.